ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി ബ്രസീൽ ഇന്ന് ഇറങ്ങുകയാണ്. എതിരാളികൾ ജപ്പാനാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ളത് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ പകരക്കാരൻ്റെ വേഷത്തിൽ രണ്ടാം പകുതിയിലായിരിക്കും നെയ്മർ ജൂനിയർ ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ കേവലം 14 മിനിറ്റ് മാത്രമാണ് നെയ്മർക്ക് ലഭിച്ചത്. ഈ മത്സരത്തിൽ അതിനേക്കാൾ മിനിറ്റുകൾ നെയ്മർക്ക് ലഭിക്കുമോ എന്ന ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള കൃത്യമായ ഒരു മറുപടി ആഞ്ചലോട്ടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ സമയം കളിക്കാൻ ആവശ്യമായ ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ നെയ്മർ ജൂനിയർ എത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര സമയം അദ്ദേഹത്തെ കളിപ്പിക്കണം എന്നുള്ളത് മത്സരത്തിന്റെ ഒരു ഗതി അനുസരിച്ചാണ് താൻ തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ വളരെ നല്ല രൂപത്തിലാണ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ഡെവലപ്പ് ആവാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള താരങ്ങളെ പോലെ ഒരുപാട് സമയം ഞങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാണ്. അങ്ങനെ കൂടുതൽ ട്രെയിനിങ് ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ 15 മിനിറ്റിനേക്കാൾ കൂടുതൽ കളിക്കാൻ നെയ്മർക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ നെയ്മർ നല്ല കണ്ടീഷനിലാണ് ഉള്ളത്. നെയ്മർ എത്ര മിനിറ്റ് കളിക്കും എന്നുള്ളത് മത്സരത്തിന്റെ ഗതിയും ഡെവലപ്മെന്റും അനുസരിച്ചാണ് തീരുമാനിക്കുക. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് എത്ര സമയം നെയ്മറെ കളിപ്പിക്കണം എന്നുള്ളത് മത്സരത്തിന്റെ റിസൾട്ടിനെ അനുസരിച്ചുകൊണ്ടാണ് താൻ തീരുമാനിക്കുക എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നുകൊണ്ട് നല്ല രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. മത്സരത്തിന്റെ ഒരു 60-ാമത്തെ മിനിറ്റിലൊക്കെ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ജപ്പാൻ ചില്ലറക്കാരല്ല. മാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ബ്രസീൽ പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ തുടക്കം തൊട്ട് നല്ല ഇന്റൻസിറ്റിയോടുകൂടി ബ്രസീൽ കളിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.